സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ മുഴുവനും പരക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഒരു പുലിക്കുട്ടിയെ പറ്റിയാണ്. അത് നരേന്ദ്രമോദിജിയെ പറ്റിയോ അമിത്ഷാജിയെ പറ്റിയോ സുരേഷ് ഗോപിജിയെ പറ്റിയോ ബഡ്ജറ്റിനെ പറ്റിയോ ഒന്നുമല്ല. അതിന് അപ്പുറത്തേക്ക് വേറൊരു സംഭവത്തെ പറ്റിയാണ്. എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ. ആരാണ് ഈ ഹിന്ദുത്വ സംഘടനയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? രാഷ്ട്രീയ സ്വയം സേവക സംഘം അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾ. അങ്ങനെ സംഘിമിത്രങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിലും ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കടയുടെ പേര് കണ്ട് വിരളി പിടിച്ച ഹിന്ദുത്വ തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനയിലുള്ള സംഘിപുത്രന്മാർ, സംഘി ചാണകം സംഘി ഗോമൂത്രങ്ങൾ കുടിച്ച സംഘികൾ, അങ്ങനെ ഇവർ ആ കടയിലേക്ക് ചെല്ലുന്നു. ആ കടയുടെ പേരാണ് ഇവരെ ശരിക്കും ഞൊടിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരെ ശരിക്കും ചൊടിപ്പിച്ചത്. എന്താ ചൊടിപ്പിക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കടയുടെ പേര് ബാബ എന്നാണ്. അവിടെ ഇരിക്കുന്ന ആള് ഒരു താടിയൊക്കെയുള്ള നല്ല പ്രായം ചെന്നൊരു നല്ലൊരു വൃദ്ധനാണ്. ആ വ്യക്തി ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടയുടെ പേര് ബാബ എന്നും അയാളൊരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടാത്ത ഒരാളാണെന്നും അങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ 4-5 പേര് കടയിലേക്ക് കയറി ചെല്ലുന്നു. ആ കടയിൽ ചെന്നതിന് ശേഷം ആ വൃദ്ധൻ്റെ അടുത്ത് ഈ കടയുടെ പേര് ഇനി ഇവിടെ പറ്റില്ല, ഈ പേര് ഇവിടുന്ന് മാറ്റിയേ പറ്റൂ, ബാബ എന്ന പേരിൽ ഈ കട ഇവിടെ തുടരാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ആ പ്രായം ചെന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? അദ്ദേഹം ഒന്നും ചെയ്യാൻ വയ്യാതെ അദ്ദേഹം അവരുടെ പല രീതിയിൽ പറയുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഈ കട കൊണ്ടുപോകുന്നത്, GST അതിലുള്ള പേര് ബാബ എന്നാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല, ആ പേര് എങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയണ്ട, ആ പേര് എങ്ങനെ നിങ്ങൾ മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങൾക്കിടയിൽ അടുത്ത കടയിൽ വന്നൊരു യുവാവ്, അയാളെ കണ്ടു കഴിഞ്ഞാൽ KGF പോലെ ഒരാളെ പോലെയൊക്കെയാണ് കേട്ടോ, ഒരു ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അയാൾ ആ കടയിലേക്ക് ഒരു വൃദ്ധനെ കുറച്ച് ആളുകൾ വട്ടം ചേർന്ന് നിന്നുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ കടയിലേക്ക് കയറി ചെന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവര് കാര്യം പറയുന്നുണ്ട്, ഈ ബാബ എന്ന പേര് ഇടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ കയറി ചെന്ന ആൾ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? നിങ്ങൾ ആരാണ്? ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറയുന്നത് ബജ്രംഗ് ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് 10-30 വർഷത്തോളം ഈ കട ഇവിടെ ഇട്ടിട്ടുള്ള ഈ പേരിൽ തന്നെയാണ് ഈ കട ഇവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ കട ഞങ്ങൾക്ക് ആ പേരിൽ നിന്ന് മാറ്റാൻ സാധിക്കത്തില്ല എന്ന് അവർ പറയുമ്പോൾ, ഇതാരാണ്, നിങ്ങൾ ആരാണ് ചോദിക്കാനെന്ന് ഈ യുവാവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ യുവാവ് പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ യുവാവ് പറയുന്നുണ്ട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചതിന് ശേഷം ആ യുവാവ് തൻ്റെ പേര് പറയുകയാണ്, മേരാ നാം മുഹമ്മദ് ദീപക് കുമാർ. അത് കേട്ടപ്പോൾ വലിയ രീതിയിൽ ഈ പറയുന്ന സംഘികൾക്ക് അങ്ങോട്ട് കുരുപൊട്ടി. സംഘികളെല്ലാം കൂടി വട്ടം ചേർന്നുകൊണ്ട് ഈ മുഹമ്മദ് ദീപക് എന്ന് പറയുന്നവനെ ആക്രമിക്കാൻ ചെല്ലുന്നു. നെഞ്ചും വിരിച്ചുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്നുകൊണ്ട് ഇവന്മാരെ എല്ലാം നേരിട്ടു. അതായത് സംഘികൾക്ക് നല്ല പൊട്ടിക്ക കൊടുത്തതെന്ന് സാരം. അതിനുശേഷം സംഘികൾ ബജ്രംഗ് വിഭാഗത്തിൽപ്പെട്ട അല്ല ബജ്രംഗ് എന്ന് പറയുന്ന ഒരു ടീമിനെ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഇവനെ അങ്ങ് തല്ലി അങ്ങ് കൊന്നേക്കാന്ന് വെച്ചു. അതാണല്ലോ നടക്കുന്നത്. ഈ പശുവിനെ കൊന്നതിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നൊരു നാടാണല്ലോ ഇതൊക്കെ. അപ്പം അങ്ങനെ അവിടേക്ക് കുറച്ച് ആളെയും കൂട്ടിക്കൊണ്ട് ഈ പയ്യനെ അടിക്കാൻ, ഈ ഒരു യുവാവിനെ അടിക്കാൻ ചെല്ലുന്നു. അപ്പം അങ്ങനെ 100 പേര് ഒരുമിച്ച് വന്നപ്പോഴും ആ ഒരു യുവാവ് തൻ്റെ ധൈര്യം ആരുടെയും മുൻപിൽ പണയം വെക്കാതെ 4 പേര് കൂടുമ്പോൾ ആണത്തം വരുന്ന ചില ആളുകളുണ്ടല്ലോ, അങ്ങനെ വന്ന ആളുകളാണ് ഈ അടിക്കാനായിട്ട് വന്നവന്മാർ. അവന്മാരുടെ മുൻപിൽ കൈയുടെ മുഷ്ടിയും ചുരുട്ടി അയാൾ അങ്ങോട്ട് നിന്നു. എന്നിട്ട് വന്നവന്മാരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ ശരീരത്ത് തൊട്ടവന്മാർക്കെല്ലാം തിരിച്ച് നല്ല അടിയും കൊടുത്തുകൊണ്ട് ആ യുവാവ് അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വീഡിയോയിലൊക്കെ ഭയങ്കര വൈറലാണ് ഈ ഒരു കാര്യം. അപ്പം അങ്ങനെ ആ യുവാവ് അവിടെ നിന്ന് തന്നെ ആക്രമിക്കാൻ വന്നവന്മാർക്ക് തിരിച്ച് നല്ല അടി കൊടുക്കുന്നു. അവന്മാരെ അടിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. നല്ല തല്ലും കിട്ടി പോകുന്നുണ്ട്. പോലീസിനെ കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. എന്തോ വലിയ രീതിയിൽ മെഴുകാമെന്നും എന്തോ വലിയ രീതിയിൽ ചെയ്യാമെന്നൊക്കെയാണ് ഇവന്മാർ വിചാരിച്ചത് കേട്ടോ. അത് വേറൊരു കാര്യം. അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആരാണ് ഈ മുഹമ്മദ് ദീപക് കുമാർ എന്നുള്ളൊരു വീഡിയോ, അത് നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എന്റെ പേര് മുഹമ്മദ് ദീപക്. അത് വെറുമൊരു മറുപടി ആയിരുന്നില്ല, ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. ഹിന്ദുത്വ സംഘടനകളുടെ സമനില തെറ്റിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒന്ന്. ഇക്കഴിഞ്ഞ ജനുവരി 26-ന് ഉത്തരാഖണ്ഡിൽ ഒരു മുസ്ലിം കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്താനെത്തിയ ബജ്രംഗ് ദൾ സംഘത്തോടായിരുന്നു ദീപക് കുമാർ എന്ന യുവാവിന്റെ ഈ മറുപടി. ദീപക് കുമാർ തന്റെ സുഹൃത്തിന്റെ കടയിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള കടയുടെ ഉടമ വക്കീൽ അഹമ്മദ് എന്ന വയോധികനെ ഭീഷണിപ്പെടുത്താൻ ഹിന്ദുത്വ സംഘം എത്തുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവർക്ക് വക്കീൽ അഹമ്മദിന്റെ കടയുടെ ബാബ എന്ന പേരായിരുന്നു പ്രശ്നം. ശബ്ദം കേട്ട് കാര്യം തിരക്കിയപ്പോൾ ദീപക്കിനോട് വിഷയത്തിൽ ഇടപെടരുത് എന്ന് കൂട്ടത്തിലൊരാൾ ആവശ്യപ്പെട്ടു.
എന്നാൽ ഒരു വൃദ്ധനെ അയാളുടെ മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ ദീപക് തയ്യാറായില്ല. മറ്റുള്ളവർക്കെല്ലാം ബാബ എന്ന് കടയ്ക്ക് പേരിടാമെങ്കിൽ എന്തുകൊണ്ട് അഹമ്മദിന് മാത്രം പറ്റില്ല എന്നായിരുന്നു ദീപകിന്റെ ചോദ്യം. 30 വർഷത്തെ പഴക്കമുള്ള അഹമ്മദിന്റെ കടയുടെ പേര് നിങ്ങൾ മാറ്റിക്കുമോ എന്നും ദീപക് ചോദിച്ചു. അപ്പോഴാണ് കൂട്ടത്തിലൊരാൾ ദീപകിനോട് പേരെന്താണെന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. താൻ ഒരു ഇന്ത്യക്കാരനാണെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ബോധ്യപ്പെടുത്താനുമാണ് പേര് ചോദിച്ചപ്പോൾ മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞത് എന്നാണ് ദീപക് പറയുന്നത്. ഒരു വൃദ്ധനെ ഭീഷണിപ്പെടുത്തരുത് എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും റോയിട്ടേഴ്സിനോട് സംസാരിക്കവേ ദീപക് പ്രതികരിച്ചു. കണ്ടില്ലേ, ഇതാണ് ആണെന്ന് പറയുന്നത്, അല്ല ആൺകുട്ടി എന്ന് പറയുന്നത്. തൻ്റെ മുൻപിൽ വന്ന 100 കുരയ്ക്കുന്ന പട്ടികളുടെ മുൻപിൽ തിരിഞ്ഞു നിന്ന് ഒരൊറ്റ ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യൻ. ഈ സംഘികൾക്കല്ലെങ്കിലും ആണത്തമെന്ന് പറയുന്നൊരു സാധനം ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ 4 പേര് കൂടെ വേണം. അതില്ലെങ്കിൽ ഇവന്മാർക്ക് ഒരു ഉറപ്പുണ്ടാവത്തില്ല. താനൊരു പുരുഷനാണല്ലേ, താനൊരു ആണാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവത്തില്ല. 4 പേര് വരുമ്പോഴേ ഈ ആണത്തവന്മാർക്കുള്ളൂ എന്ന് സാരം. അപ്പം അങ്ങനെ 4 ആളുകൾ ചേർന്നുകൊണ്ട് അയാളെ ആക്രമിക്കാൻ ചെല്ലുന്നു. അയാൾ കയ്യും മടക്കി അവിടോട്ട് നിന്നു കൊടുത്തു. അത് കയ്യും പുറകെ കിട്ടി അയാളങ്ങ് നിന്നു. കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു KGF-ലെ യാഷ് നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ സുഹൃത്തുക്കളെ? എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. എനിക്കിത് കാണുമ്പോൾ എനിക്കൊരു രോമാഞ്ചമൊക്കെ ഇങ്ങനെ വരികയാണ്. രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യുവന്മാരുടെ തോന്നിവാസങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് ഒരാളെങ്കിലും അവിടെ നിന്നു എന്നുള്ളതാണ്. ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ തിരിച്ചൊന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി അയാളെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ബാക്കി എല്ലാവരും നോക്കി നിൽക്കേ. അത് മോശമാണ്. നല്ല പ്രായം, തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനെയാണ് ഇവന്മാർ ആക്രമിക്കുന്നതെന്ന് മനസ്സിലായ യുവാവ് തന്നെയാണ് ഇവന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇവന്മാരുടെ ഈ തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ പോയത്. അതിന് യുവാവിന് പറയാനൊരു കാരണമുണ്ട്. അതായത് ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊരിക്കലും ഒരു ഭരണഘടനയിൽ നിന്നുകൊണ്ടുള്ളൊരു പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നിയില്ല. ഭരണഘടനയ്ക്ക് അപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള അവകാശങ്ങളെ എല്ലാം ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അയാളുടെ പേര് പറഞ്ഞിട്ട് വന്നവന്മാരുടെ പേര് ചോദിക്കുമ്പോൾ ഇവന്മാർക്കൊന്നും പേരുമില്ല, അഡ്രസ്സുമില്ല, ഒരു കോപ്പമില്ല. വെറുതെ വന്നിട്ട് ആ ഒരു അയാളുടെ തലയിലെ ആ ഒരു കെട്ടും കണ്ട് അയാളുടെ താടിയും കണ്ട് കടയുടെ പേരും കണ്ട് വിരളി പിടിച്ചതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഇവന്മാർ ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അതായത് കേരളത്തിലെ വലിയൊരു പ്ലാറ്റ്ഫോം ഇവന്മാർക്ക് വേണം മെഴുകാൻ. അത് കൊടുക്കുന്നില്ല, അത് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഇവന്മാർ കാണിക്കുന്നുണ്ട് പലപ്പോഴായിട്ട്. എന്നാൽ ഇനിയും ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും കേരളത്തിലും ഉണ്ടാവുക. കേരളത്തിൽ അമ്പലത്തിലേക്ക് പോകുന്ന അമ്മമാരൊക്കെ ഈ പറയുന്ന സംഘികളുടെ കളസമൊക്കെ ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ തന്നെ ആക്കിയെടുക്കും ഇവന്മാർ. അപ്പോൾ ഇവന്മാരുടെ ഈ തോന്നിവാസങ്ങൾക്കെതിരെ ആ യുവാവ് പ്രതികരിച്ചതിൻ്റെ വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? ठीक है, ओके। ये बाबा की दुकान है। बाबा कौन है? इनके पास हम पहले भी आए हैं। बाबा की क्या होता है मुझे पता होगा। वहाँ पे भी समझाया था आपने को। देखो ताऊ जी, ये बाबा नाम हटाओ आप, या तो बाबा बन जाओ। सुनता लो, हाँ, आप ऐसा ना, आप अपने कागज उसमें रखो, नाम अलग जी। ये तो देखो, नाम तो देखो नहीं, नाम से तो फर्क है। अरे ऊपर नाम में लिखा हुआ है ना, शोएब अहमद। बाबा का यहाँ के बोलवान में सिद्धू बाबा ही है। आप बात नहीं समझ रहे, आपने उस टाइम बोला था ये बदल दूंगा। ठीक है, देखो ऐसा है, स्कूल ड्रेस कटरी जो भी लिखवाना, पर ये बाबा हटवाओ, बाबा हटवाओ। ये तो महाराज हमारे सिद्ध बाबा हैं। हाँ, हमें उससे मतलब नहीं है, आप इसे चेंज करवाइए बाबा शब्द को, है ना। ये बोर्ड हटा नहीं तो देखो ये नहीं बोला था, अब बोलो जब दूसरी जगह दुकान चेंज करेंगे जब हम ये नाम हटा देंगे, बोला था आपने, है ना। चलो करवा देंगे, GST वगैरह में चेंज हो जाता है। ये कब तक होगा भैया? हाँ जी, हेलो, कब तक होगा ये? आप हमें बताइए ना कब तक होगा। हाँ बस, हाँ तो 1 मिनट, हाँ GST में भी चेंज करा, GST में होता है, GST में बाद में होता है। देखो വന്നടാ ആൺകുട്ടി വന്നു. नहीं, बाबा यहाँ पे सिद्धबली एक ही बाबा है, वो है सिद्धबली बाबा। जितने वो खुली ये बाबा सिद्धबली स्वीट्स वगैरह क्या है, वो सब हिंदू की दुकान है। मुसलमान क्या हो गया? मुसलमान बाबा क्या पहचान से कीजिए, क्या पहचान से अपने पहचान से कीजिए आप। ये तुम्हारी पहचान है क्या?
ये बाबा हमारी पहचान है। हमारी पहचान है। क्या पहचान है हमारी पहचान है। भाई आप से क्या उनकी दुकान है? नहीं पहले बात सुनिए, पहले आप ये बात सुन रहे हैं, बात हो चुकी है। पहले बात हो चुकी है, उनके पास पहले आए चेंज कर देंगे। क्या बात होगी? पहले आए चेंज कर देंगे, नाम चेंज कर देंगे। हाँ बोला था इन्होंने, बोला था नाम चेंज करने के लिए। कल ये कोर्ट द्वार छोड़ने के लिए बोले नहीं, कोई नहीं छोड़ सकता है। किसने कह दिया कोर्ट द्वार छोड़ने के लिए? मैं कोई नहीं तक मैं आराम से कर रहा हूँ भाई, बात सुन ले, आराम से कर रहा हूँ, आराम से बात कर रहे हैं। चेंज करेगा भाई, एक मिनट भाई, चेंज करेगा तू नाम? कहा था ऊपर नाम लिखने का, नाम लिखने का कहा था कि शेख अहमद लिख देना। तूने कब से लिख रखा नाम? मैं तो बाबा तो 30 साल पुरानी। 30 साल पुरानी दुकान है ना। तो हम जब आपके पास आए थे पिछली बार, नहीं आपने है ना, आप मत करना, जो नाम है तुम्हारा वो नाम रखो। ठीक है। आपका नाम क्या भैया? अपना नाम? मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? ठीक है। കണ്ടില്ല, ആ പേര് കേട്ടപ്പോൾ വിരലെ പിടിച്ചു തുടങ്ങി. ये नाम से क्या लेना मेरा? किसी दुकान में वीडियो बना रहा हूँ, बदमाश करो। तू भी बोल हमने खोलो फोन खोलो यार, फोन खोलो। हमने भी नहीं करी, हमने कहा नाम चेंज हो जाओ तुम यार। अरे जाने चल यार, यहाँ से चलिए। ठीक है भाई यार धक्का मत मारो यार, देखो। अबे वीडियो सब कुछ कर रहा है। കണ്ടില്ലേ, ഇതാണ് ആൺകുട്ടി. മുഹമ്മദ് ദീപക് ഭായി ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം ഇങ്ങനെയുള്ള ചാണകങ്ങളെ അടിച്ചോടിച്ചതിന്, തൻ്റെ കൈയുടെ പവർ കൊണ്ട് തന്നെ നല്ല ചുട്ട അടി കൊടുത്തതിന് 10 പേര് ഒരുമിച്ച് അങ്ങോട്ട് വന്നിട്ടും അയാളുടെ ആണത്തമെങ്ങും അയാൾ പണയം വെച്ചില്ല. അയാൾ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. ആ ഒരു വൃദ്ധനെ തൻ്റെ പേര് പറഞ്ഞ് തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നതിനല്ല അയാൾ സംസാരിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ തോന്നിവാസങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അയാൾ പ്രതികരിച്ചത്. തനിക്കെതിരെ വന്ന ആളുകളെ അയാൾ ആക്രമിക്കുന്നതും അല്ലെ തിരിച്ചയാൾ നല്ല അടി കൊടുത്തും മറുപടി കൊടുക്കേണ്ടത് മറുപടി കൊടുത്ത് വിടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി 2 ദിവസം കഴിയുമ്പോൾ അയാൾ ജീവനോട് ഉണ്ടാവുമല്ലോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കരുത്തുറ്റ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ നമ്മളിവിടെ കണ്ടു. നല്ല ധീരനായ യോദ്ധാവ്, അല്ലെങ്കിൽ ധീരനായ യുവാവ്. രാഹുൽ ഗാന്ധി പോലും പറഞ്ഞത് ഇന്ത്യയുടെ ധീരപുത്രനാണ് ദീപക് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മുഹമ്മദ് ദീപക് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ഒരുമിച്ച് പറയുന്ന, ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, നീയാടാ ആൺകുട്ടി ദീപക് കുമാറെ, അല്ലെങ്കിൽ മുഹമ്മദ് ദീപക് കുമാറെ. മുഹമ്മദിന്റെ ആ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഇവന്മാർക്ക് കാര്യം മനസ്സിലായി, ഇത് വേറൊരു മതവിഭാഗമാണ്. അപ്പൊ കയറി കിട്ടി ചൊറിയാന്ന് വെച്ച്, സ്ഥിരം പരിപാടി ചെയ്യാന്ന് വെച്ച്, 4 പേര് കൂടുമ്പോൾ ആണത്തം വരുമ്പോൾ കാണിക്കുന്ന പരിപാടി. പക്ഷേ അത് കളിച്ചത് ഒരു ആൺകുട്ടിയുടെ മുൻപിലായിരുന്നു. തെരുവുപട്ടികൾക്കുണ്ടായവനല്ല അവൻ, നല്ല ഒറ്റ തന്തയ്ക്കുണ്ടായ, ഉശിരുള്ള തന്തയ്ക്കുണ്ടായ മകൻ തന്നെയാണ് അവൻ എന്നുള്ളത് അവൻ കാണിച്ചും കൊടുത്തു. അങ്ങനെ സംഘികളുടെ വാ ഇടിച്ച് പൊട്ടിച്ച് പിന്നെ സംഘികൾ ആളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴും ആ വന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതെല്ലാം എണ്ണിപ്പറഞ്ഞ് തന്നെ ആ ദീപക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കേരളത്തിലും പ്രതീക്ഷിക്കാം. ഇവിടെയും ഇപ്പോൾ ഈ രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുറച്ച് സംഘികളുണ്ട്. ഇവന്മാരെ എല്ലാം എവിടെ കണ്ടാലും തല്ലി കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ തോന്നിവാസം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കളവും ഇവിടെ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്കൊരു ബജറ്റ് കൊണ്ടുവന്ന് എല്ലാവരെയും മൂഞ്ചിച്ചിട്ടുണ്ട് അതിവിദഗ്ധമായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വരും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.